ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളും, ഫരിസേയരും നിയമജ്ഞരും, ഫരിസേയ പ്രമാണികളും നിയമജ്ഞരും. ഉത്തരം: ചുങ്കക്കാരും പാപികളും. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് യേശുവിനെതിരെ പിറുപിറുത്തത് ആരെല്ലാം? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് യേശുവിനെതിരെ പിറുപിറുത്തത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളും, ഫരിസേയരും നിയമജ്ഞരും, ഫരിസേയ പ്രമാണികളും നിയമജ്ഞരും. ഉത്തരം: ഫരിസേയരും നിയമജ്ഞരും. കാണാതായ ആടിനെ കണ്ടുകിട്ടിയ ഒരുവൻ വീട്ടിലെത്തുമ്പോൾ ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയുക? കാണാതായ ആടിനെ കണ്ടുകിട്ടിയ ഒരുവൻ വീട്ടിലെത്തുമ്പോൾ ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയുക? കൂട്ടുകാരെയും ബന്ധുക്കളെയും, കൂട്ടുകാരെയും അയൽവാസികളെയും, അയൽവാസികളെയും ബന്ധുക്കളെയും. ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവുക ആരെക്കുറിച്ചാണ്? അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാവുക ആരെക്കുറിച്ചാണ്? കൽപ്പനകൾ പാലിക്കുന്ന ഒരുവനെക്കുറിച്ച്, പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. 10 നാണയത്തിൽ 1 നഷ്ടപ്പെട്ട് അത് കണ്ടുകിട്ടിയ സ്ത്രീ ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് എന്നോടുകൂടെ സന്തോഷിക്കുവിനെന്ന് പറയുക? 10 നാണയത്തിൽ 1 നഷ്ടപ്പെട്ട് അത് കണ്ടുകിട്ടിയ സ്ത്രീ ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയുക? കൂട്ടുകാരെയും ബന്ധുക്കളെയും, കൂട്ടുകാരെയും അയൽവാസികളെയും, അയൽവാസികളെയും ബന്ധുക്കളെയും. ഉത്തരം: കൂട്ടുകാരെയും അയൽവാസികളെയും. ആരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാവുക? ആരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാവുക? കൽപ്പനകൾ പാലിക്കുന്ന ഒരുവനെക്കുറിച്ച്, പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ഉത്തരം: അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ, സ്വർഗത്തിൽ, സ്വർഗത്തിൽ ദൂതന്മാരുടെ മുമ്പിൽ. ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞത് ആര്? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞത് ആര്? മൂത്ത മകൻ, ഇളയ മകൻ, മൂത്ത പുത്രൻ. ഉത്തരം: ഇളയ മകൻ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇളയ മകൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഉണ്ടായത് എന്ത്? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഇളയ മകൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഉണ്ടായത് എന്ത്? ക്ഷാമം, ഞെരുക്കം, കഠിനക്ഷാമം. ഉത്തരം: കഠിനക്ഷാമം. ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ഇളയ മകൻ അഭയം തേടിയത് ആരുടെ അടുത്താണ്? ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ഇളയ മകൻ അഭയം തേടിയത് ആരുടെ അടുത്താണ്? ഒരു ദാസന്റെ അടുത്ത്, ഒരു സമരിയാക്കാരൻ്റെ അടുത്ത്, ഒരു പൗരൻ്റെ അടുത്ത്.
ഉത്തരം ഒരു പൗരന്റെ അടുത്ത്. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇളയ മകൻ അഭയം തേടിയ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇളയ മകൻ അഭയം തേടിയ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? പന്നികളെ മേയ്ക്കാൻ, ആടുകളെ മേയ്ക്കാൻ, വിതയ്ക്കാൻ. ഉത്തരം പന്നികളെ മേയ്ക്കാൻ. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ ആശിച്ചത് ആര്? പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ ആശിച്ചത് ആര്? മൂത്ത മകൻ, ഇളയ മകൻ, ദാസൻ. ഉത്തരം ഇളയ മകൻ. ദൂരെ വെച്ച് തന്നെ ഇളയ മകനെ കണ്ട പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് എന്താണ് ചെയ്തത്? ദൂരെ വെച്ച് തന്നെ ഇളയ മകനെ കണ്ട പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് എന്താണ് ചെയ്തത്? അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു, അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഉത്തരം അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. എങ്ങനെ വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്നാണ് ഇളയ മകൻ പിതാവിനോട് പറഞ്ഞത്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. എങ്ങനെ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് ഇളയ മകൻ പിതാവിനോട് പറഞ്ഞത്. നിന്റെ മകൻ, നിന്റെ പുത്രൻ, പുത്രൻ. ഉത്തരം നിന്റെ പുത്രൻ. എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് ഇളയ പുത്രനെ ധരിപ്പിക്കുവാനാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത്? എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടുവന്ന് ഇളയ പുത്രനെ ധരിപ്പിക്കുവാനാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത്? വില കൂടിയ വസ്ത്രം, നല്ല വസ്ത്രം, മേൽത്തരം വസ്ത്രം. ഉത്തരം മേൽത്തരം വസ്ത്രം. വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടത് ആര്? വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടത് ആര്? മൂത്ത പുത്രൻ, മൂത്ത മകൻ, ഇളയ മകൻ. ഉത്തരം മൂത്ത മകൻ. വയലിൽ നിന്ന് വരുമ്പോൾ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട മൂത്ത മകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത്? വയലിൽ നിന്ന് വരുമ്പോൾ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട മൂത്ത മകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത്? ഒരു വേലക്കാരനെ, ഒരു ദാസനെ, ഒരു പണിക്കാരനെ. ഉത്തരം ഒരു വേലക്കാരനെ. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് മൂത്ത പുത്രനോട് പറഞ്ഞത് ആര്? നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് മൂത്ത പുത്രനോട് പറഞ്ഞത് ആര്? വേലക്കാരൻ, ദാസൻ, പിതാവ്. ഉത്തരം വേലക്കാരൻ. കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ച മൂത്ത പുത്രനോട് പിതാവ് പുറത്തു വന്ന് പറഞ്ഞത് എന്ത്? കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ച മൂത്ത പുത്രനോട് പിതാവ് പുറത്തു വന്ന് പറഞ്ഞത് എന്ത്? കാര്യങ്ങൾ, സാന്ത്വനങ്ങൾ, ആശ്വാസവാക്കുകൾ. ഉത്തരം സാന്ത്വനങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 3 ഉപമകൾ മാത്രമുള്ള അധ്യായം ഏത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 3 ഉപമകൾ മാത്രമുള്ള അധ്യായം ഏത്? 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം. ഉത്തരം 15-ാം അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 34, 31, 32. ഉത്തരം 32. താങ്ക് യു.